ഉണ്ട് 3 ക്യാമിയോ ഉണ്ട് എന്ന് പറയാൻ പറ്റും. 3 ക്യാമിയോ. ഖലീഫ ഫസ്റ്റ് ഷോ കണ്ടുവന്നിരിക്കുകയാണ് ജോവാക്കർ മീഡിയ. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഖലീഫ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് പടം എനിക്ക് പടം ഇഷ്ടമായി. വൈശാഖിൻ്റെ ഡയറക്ഷൻ, ജെയ്ക്സ് ബിജോയ് മ്യൂസിക്, പിന്നെ ചെമ്മൻ ചാക്കോൻ്റെ എഡിറ്റിങ്, പിന്നെ ജോമണ്ടി ജോൺ കൊറിയോഗ്രാഫ്. എഡിറ്റ് ചെയ്തേക്കുന്നത് ചെമ്മൻ ചാക്കോ അല്ലേ, ചെമ്മൻ ചാക്കോ. പിന്നെ റൈറ്റർ അതായത് പ്രൊഡ്യൂസർ ജിനുബരി അബ്രഹാം തന്നെയാണ് അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ടും പടം നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് 2 ക്യാമിയോ ഉണ്ട്, 3 ക്യാമിയോ ഉണ്ട് എന്ന് പറയാൻ പറ്റും. 3 ക്യാമിയോ ഉണ്ട്. അപ്പോൾ ആ ക്യാമിയോനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. 3 ക്യാമിയോ ആയിട്ടാണ് ഈ പടം വന്നിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് രസമുണ്ട് പടം. നമുക്ക് ഒരിക്കൽ പോലും ലാഗ് അടിക്കില്ല. പടം നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണ്. ഓണത്തിൻ്റെ പടം പക്ക എല്ലാവർക്കും ഒരു ഫാമിലി ആയിട്ട് കാണാൻ എൻ്റർടൈൻ പറ്റുക. ഫാമിലി മാത്രമല്ല, ഇത്ര നാളും ഇറങ്ങിയിരിക്കുന്ന എന്താ പറയുക പൃഥ്വിരാജിൻ്റെ ഫിലിമിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നിയത്. എന്തായാലും തനിക്ക് എന്താ പറയാനുള്ളത്? അതില് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ സ്റ്റൈല് തന്നെയാണ് അത് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഓരോ ലുക്ക് വരുമ്പോൾ അടിപൊളി നല്ല ലുക്കാണ് കാണാനായിട്ട് ആളെ സ്റ്റൈല്. അമ്മാതിരി സ്റ്റൈലാണ് ഓരോ സീൻസ് കാണിക്കുമ്പോഴും അടിപൊളിയായിട്ട് പൃഥ്വിരാജിനെ അത് പ്രസന്റ് ചെയ്തേക്കണം. അത് അടിപൊളിയായിട്ടുണ്ട്. അതുമാത്രമല്ല ഈ സിനിമയിൽ അമീർ അലി എങ്ങനെയാവുന്നു, അമീർ അലിയുടെ മുൻ ചരിത്രങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് കാണിക്കുന്നില്ല. അമീർ അലി എങ്ങനെയായി മാറി, അതാണ് ഈ പടത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അവരുടെ പാരമ്പര്യം അങ്ങനെയായിരുന്നു. അതിൻ്റെ എന്താ പറയുക ഉപ്പുപ്പ ഈ തുടങ്ങിയുള്ള അജി മസ്താൻ, ശോഭരാജ് ഇവരൊക്കെ തുടങ്ങിയിട്ടുള്ള കളികളാണ്. മാമ്പറക്കൽ അഹമ്മദ് അലി ഇവർ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇന്ദ്രൻസ് നല്ല നൈസാണ്. അതുപോലെ മുകേഷ് മറ്റേ സഞ്ജു ശ്രീറാം ഉണ്ട്. അവരാണ് വില്ലനായിട്ട് അഭിനയിക്കുന്നത്. നീൽനാഥ് നല്ല ഇങ്ങനെ മോഡലിംഗ് കാര്യങ്ങളായിട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും. അത് നമുക്ക് പറഞ്ഞ ആവശ്യമില്ല. പുള്ളി അടിപൊളിയാണ്. അതുപോലെ നമ്മുടെ ഷമ്മിത്തിലകനാണ്. ഷമ്മിത്തിലകൻ നല്ല രസമാണ്. ഷമ്മിത്തിലകൻ്റെ എന്താ പറയുക പെർഫോമൻസും കാര്യങ്ങളും അടിപൊളിയാണ്. അതുപോലെ ഈ പറയുന്ന നായികയാണെങ്കിലും. പിന്നെ ഇതിൽ വേറൊരു രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹിനി ഉണ്ട് ഇതിൽ. നമ്മുടെ പഴയകാല നായിക ലോകം പൂച്ചക്കണ്ണുള്ള മോഹിനി നല്ല ഇതിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പൃഥ്വിരാജിൻ്റെ ഉമ്മയായിട്ടാണ്. അതുപോലെ രഞ്ജി പണിക്കരുണ്ട്. എല്ലാം നല്ല ഒരു രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ആക്ഷൻ എനിക്ക് പുറത്താണെങ്കിലൊക്കെയാണ് നോബഡി ചെയ്ത ആൾക്ക് തന്നെയാണ് തുടക്കം. ആൾ തന്നെയാണ് യാനിക് ബെൻ ആണ് ഇതിൻ്റെ ആക്ഷൻ നല്ല അടിപൊളി ആക്ഷനാണ്. ഇടി പെരുന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് മുമ്പ് പെരുന്നാൾ വന്ന ആ സംഭവമാണ്. നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന നല്ല പഞ്ച് കാണാൻ തന്നെ രസമായിരിക്കും. നല്ല പഞ്ചുള്ള ഫൈറ്റ് ആയിരിക്കും. അത് നല്ല രസമാണ് കാണാൻ. തിയേറ്ററിൽ നല്ല രസമായിട്ട് കാണാൻ. പിന്നെ ജെയ്ക്സ് ബിജോന്റെ മ്യൂസിക് കൂടി ആയപ്പോൾ ഒന്നും പറയാനല്ലോ, ഒരു രക്ഷയില്ലാണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സീറ്റ് അഡ്ജ് സീനൊക്കെയാണ്. ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന ക്യാമിയോനെ പറ്റി പറയുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യണം. കാരണം നമ്മളത് 3 ക്യാമിയോ ഉണ്ട്. ആ 3 ക്യാമിയോ പറയുന്നത് എങ്ങനെയാണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പം തന്നെ ലാലേട്ടൻ ഉണ്ടെന്ന് ഓൾറെഡി ഓക്കെ, ലാലേട്ടൻ കൂടാതെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പം ഇനി 2ാം ഭാഗം, ഫസ്റ്റ് പാർട്ടാണെന്ന് പറയുന്നത് 2ാം ഭാഗം ഉണ്ടാവുമായിരിക്കാം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറെ നമുക്കിപ്പോൾ പാസ്റ്റ് കാണിക്കാം. അപ്പം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇനി ഫ്യൂച്ചറിലേക്കുള്ളത് കാണിക്കാം. എല്ലാം കൊണ്ടും ഈ പടം ഒരു 3 ഭാഗമായിട്ട് എന്തായാലും പടം പോകും. അതിനുള്ള ഉണ്ട്. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ പൃഥ്വിരാജിൻ്റെ സിനിമ, പൃഥ്വിരാജ് അമീർ അലി ആയത് എങ്ങനെയാണ്, അതൊക്കെയാണ് പടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇനി എങ്ങനെ വേണമെങ്കിലും പടത്തിനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ പറയുന്ന നമുക്ക് എന്താ പറയുക ലാലേട്ടൻ അതുപോലെ തന്നെ മമ്മൂക്കയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളി പൊളിച്ചേനെ. പിന്നെ അവസാനം ഒരു ഫൈറ്റ് ഉണ്ട് ജയിലിൽ കിടന്ന്. അതൊരു കിട്ടില്ല ഫൈറ്റാണ്. അത് ഭയങ്കര എന്താ പറയുക ഭയങ്കര എൻഗേജിങ് ആണ്. അതുകൊണ്ട് നല്ല രസമാണ്. ഫൈറ്റിന്റെ സീൻ പറഞ്ഞപ്പോൾ മറ്റേ ആ സെക്യൂരിറ്റി ഗാർഡ് ആയ ഒരു 3-4 പേരില്ലേ ഭായിമാരെ കൊണ്ട് പണിയെടുപ്പിച്ച ഒരു സിനിമ. ഭായിമാരെല്ലാം ഒരു ഭയങ്കര സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആണ്. കിട്ടില്ല പെർഫോമൻസ്. നമ്മൾ ഈ ആവേശത്തിൽ കണ്ടില്ലേ, ആവേശത്തിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ടീംസ് ഉണ്ട്.
അവർ വന്ന് പൊളിയോട് പൊളിയാണ്. ഗാർഡ്സ് എന്നൊക്കെ പറയാം, മരണം വരെ നിൽക്കുന്ന സാധനമല്ലേ? അതെ അതെ അതെ. പൊളിയായിട്ട് ഗാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ യൂസ് ചെയ്തേക്കുന്നത് ഇതിൽ അത് ഭയങ്കര ഒരു എന്താ പറയാ, നമ്മൾ ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കും ഇപ്പോ ക്യാമിൽ ലാലേട്ടൻ വരുമോ അല്ലെങ്കിൽ നമുക്ക് വരുമോ എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടാവും. പക്ഷെ പക്ഷെ അവിടെ അതല്ല സംഭവിച്ചത്. കവർ ചെയ്തെടുത്ത അവന്മാര് നല്ല പെർഫോമൻസ്, അവന്മാർ കിടിലൻ ആക്ഷൻ ആയിരുന്നു. എന്താ പറയാ, ഭായിമാരെ കൊണ്ട് പണിയെടുപ്പിച്ചെന്ന് പറയാൻ പറ്റും. കിടിലൻ ആക്ഷൻ ആയിരുന്നു അവന്മാരുടെ, ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റി ആ ഒരു ഇത്. കാരണം നമ്മൾ ആ സമയത്ത് ഇതുവരെ ഒന്നും ഭായിമാരെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ മോഹിനി അമ്മ നല്ല ഇതായിരുന്നു, രഞ്ജി പണിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സേട്ടായിട്ട് അഭിനയിച്ച പണ്ടത്തെ, എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഹിന്ദി സിനിമയിലൊക്കെയുള്ള ഒരു വില്ലനായിരുന്നു, അവളുടെ പേര് എനിക്കറിയില്ല. അതുപോലെ ഷമിത്തിലകൻ നൈസായിരുന്നു. ബാക്കി എല്ലാ കാര്യം കൊണ്ടും ഇതാണ്. അപ്പം അങ്ങനെ നിൽക്കുന്നു പടത്തിൻ്റെ പൃഥ്വിരാജ്. പിന്നെ ഈ പറയുന്ന പൃഥ്വിരാജിൻ്റെ വൺ മാൻ ഷോ, ബോഡി, ആക്ഷൻ സ്റ്റൈല്, ഇതൊക്കെ കൊണ്ട് പടം നല്ല രസമുണ്ട്. തുടക്കമൊക്കെ കാണുമ്പോൾ പൃഥ്വിരാജിനെ കണ്ടപ്പോൾ ഞാൻ അവിടെ ചോദിക്കുകയും ചെയ്തു, അൻവർ പടം മാറിയാനി. കാരണം ആ ഒരു ലുക്ക്, ആ അൻവർ സിനിമയിലൊക്കെ ഉണ്ടായ പൃഥ്വിരാജിന്റെ ലുക്ക് എങ്ങനെയാണ് അതേപോലെയൊക്കെ തന്നെയാണ് ഇതിനകത്തേക്ക് വന്നേക്കണത്. 2 ഏജ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട് ആ പടത്തിൽ. പിന്നെ മന്മഥനുണ്ട്, അതുപോലെ തന്നെ സഞ്ജു ശ്രീറാം ഉണ്ട്. ഇവരൊക്കെ ഫ്രണ്ട്സാണ്. നല്ല നമുക്ക് എന്താ പറയുക, ഒരിക്കലും ലാഗില്ലാതെ എൻജോയ് ചെയ്ത് നമുക്ക് ഈ സിനിമ കാണാൻ പറ്റും. തിയേറ്ററിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ പടമാണ്. അപ്പോൾ എന്തുകൊണ്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക അല്ലേ. ജെക്സ് ബിജോയുടെ മ്യൂസിക് എല്ലാം നല്ല രസമാണ്. എന്തായാലും തിയേറ്ററിൽ കാണുക. ഓക്കെ, താങ്ക് യു.